ഓം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതേ നമഃ. ഓം സം സരസ്വതീ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം നമഃ ശിവായ. ശിവായേ നമോ. ഓം നമഃ ശിവായ. ശിവായേ നമോ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരുവായൂരപ്പാ ശരണം. ശ്രീഗുരുവായൂരപ്പാ ശരണം. ശ്രീഗുരുവായൂരപ്പാ ശരണം. ഓം ഹ്രീം നമ. ഓം രം രക്തേശ്വരീ നമ. ഓം നമോ നാരായണായ രക്ഷസ്വമൂർത്തേ നമ. പുത്തൻകാവിലമ്മേ ശരണം. പെരുമ്പാലൂരമ്മേ ശരണം. ശ്രീധർമ്മശാസ്താവേ ശരണം. ഹനുമൻ സ്വാമിയേ ശരണം. ശ്രീ അന്നപൂർണേശ്വരിയേ ശരണം. സർവദാഭ്യോം ദേവതാഭ്യോം നമ. ഓം വാണീ ദേവി സുനീലവേണി സുഭഗേ വീണാരവം കൈതൊഴാം. വാണീ വൈഭവമോഹിനീ ത്രിജഗതാം നാഥേ വിരിഞ്ചപ്രിയീം. വാണീ ദോഷമശേഷമാശു കളവാനെന്നാവിന്മേലെപ്പോഴും വാണിയിടേണം. അതിനു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. ത്രിമൂർത്തിം ശക്തി സംയുക്തം ശ്രീവിദ്യാമന്ത്രമാതൃകാം ശ്രീചക്രമധ്യേ നിലയാം ശ്രീ മൂകാംബികാം സദാം. ശ്രീ മൂകാംബികാം സദാം. ശ്രീ മൂകാംബികാം സദാം. സുഹൃത്തുക്കളായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. സർവം ശ്രീ പാർത്ഥസാരഥി എന്ന ജന കൂട്ടായ്മയുടെ പുണ്യമാർന്ന ഒരു ദിവസ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കുചേലദിനം എന്ന പേരിൽ ആചരിക്കുന്ന ഈ പുണ്യ ദിവസം തിരുവാറന്മുള തമ്പുരാന്റെ സഹോദരിയായിരിക്കുന്ന കുരുമുളക്കാവിലമ്മയുടെ ക്ഷേത്രത്തിൽ പൂജ കഴിക്കുന്ന എനിക്ക് തിരുവാറന്മുള തമ്പുരാന്റെ കിഴക്ക് അതിരായിരിക്കുന്ന കൈപ്പുഴ കയന്താങ്ങി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂജ കഴിക്കുന്നത് കൊണ്ട് ഇങ്ങനെയൊരു സൗഭാഗ്യം ലഭ്യമായി. മാത്തൂർക്കാവിലമ്മയുടെ അനുവാദത്തോടെയും അനുഗ്രഹത്തോടെയും കൂടി ഇങ്ങനെയൊരു സൗഭാഗ്യത്തിൻ്റെ ഭാഗമായി ഭഗവാന്റെ ജീവിതത്തിൽ ഏറ്റവും പുണ്യമാർന്ന അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് തന്നെ ചിന്തിക്കുന്ന ഒരു ദിവസമാണ് സുദാമചരിതം, അല്ലെങ്കിൽ കുചേലോപാഖ്യാനം, അല്ലെങ്കിൽ കുചേല സദ്ഗതി, അല്ലെങ്കിൽ കുചേലഗതി എന്ന് പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു കഥാഭാഗ വിഷയത്തിൻ്റെ ഭാഗമാകുക എന്നുള്ളത്. നമുക്കറിയാം, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ബന്ധം എന്ന് പറയുന്നത് സൗഹൃദത്തിനാണ്. അപ്പോൾ സൗഹൃദം എന്നത് നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. എന്തുകൊണ്ടാണ് സൗഹൃദത്തിന് പ്രാധാന്യമുണ്ടാകുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ സൗഹൃദമുള്ളവരാണ് സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. പക്ഷെ അവരല്ല കൂട്ടുകാർ. കൂട്ടുകാരും സുഹൃത്തുക്കളും രണ്ടും രണ്ടാണ്. സൗഹൃദം എന്ന് പറയുന്നത് ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധം കൊണ്ട് ഉണ്ടാകുന്നവരാണ് സുഹൃത്തുക്കളായിട്ടുള്ളവർ. കൂട്ടുകാരെന്ന് പറയുന്നത് കൂടെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടേ ഉള്ളൂ. കൂടെ നിൽക്കുന്നവരാരും കൂട്ടുകാരാകാം, പക്ഷെ അവരൊരു നല്ല സുഹൃത്താകുകയില്ല. സുഹൃത്താകണമെങ്കിൽ ഹൃദയങ്ങൾ തമ്മിൽ ബന്ധമുണ്ടാകണം.
ആ ഹൃദയങ്ങൾ തമ്മിൽ ബന്ധമുണ്ടാകുമ്പോഴാണ് അവിടെ സഖ്യമായി മാറുന്നത്. ആ സഖ്യമായി മാറപ്പെടുമ്പോൾ പറയും നമ്മൾ, നീ എൻ്റെ സഖാവാണ് എന്ന് പറയും. സഖാവ് എന്ന വാക്കിന്റെ അർത്ഥം സുഹൃത്ത് എന്ന് തന്നെയാണ്. അപ്പോൾ ഭഗവാന്റെ ജീവിതത്തിൽ ഭഗവാന്റെ ഭക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഭാഗവതത്തിൽ പറയുന്ന ഒരു ന്യായമുണ്ട്. ഭക്തിയുള്ളവർക്കേ ഭഗവാനോട് ബന്ധമുണ്ടാക്കിയെടുക്കാൻ സാധ്യമാകുകയുള്ളൂ. അപ്പൊ ഭക്തി ഉണ്ടാകാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ 9 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു നൽകുന്നു. ശ്രവണം, കീർത്തനം, വിഷ്ണോർ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അപ്പോൾ 9 കൂട്ടം കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ അവിടെ ഭക്തി ഉണ്ടാകും എന്നാണ് പറയുക. അപ്പോൾ 9 കൂട്ടം കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഭക്തി ഉണ്ടാക്കിയെടുത്താൽ അവിടെ ഭഗവാനോട് അടുപ്പമുണ്ടാകും, അല്ലെങ്കിൽ ഭഗവാന്റെ അടുക്കലേക്ക് നമുക്ക് ചെന്നെത്താൻ സാധിക്കുമെന്നാണ്. അപ്പൊ ഭഗവാന്റെ അടുക്കലേക്ക് ചെന്നെത്തുവാൻ ആഗ്രഹിക്കാത്തവരായി നമ്മൾ ആരുമില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഭഗവാൻ തന്നെ പറയുകയാണ്, ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഭഗവാന്റെ ഹൃദയത്തിൽ അധിവസിക്കപ്പെടുന്ന ഭഗവാന്റെ ഉത്തമ സുഹൃത്തായിരിക്കുന്ന ഒരു ഉത്തമനായിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ പ്രഭാപൂരം എന്താണ് എന്ന് ലോകത്തിന്റെ മുമ്പിൽ വേദവ്യാസ വിരചിതമായിരിക്കുന്ന ശ്രീമദ് ഭാഗവതത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ആ ഭാഗമാണ് കുചേലോപാഖ്യാനം എന്ന് പറയുന്നത്. കുചേലോപാഖ്യാനം എന്നാൽ കുചേലനെ പറ്റി പറയുന്ന ഭാഗം എന്നാണ്, അല്ലെങ്കിൽ കുചേലൻ എന്താണ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പൊ കുചേലൻ എന്നൊരാൾ ഉണ്ടോ? കുചേലൻ എന്നൊരാളില്ല. പിന്നെന്താണ്? സുദാമാവ് എന്ന് പറയുന്ന ഉത്തമനായിരിക്കുന്ന ഒരാൾ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ലോകമറിഞ്ഞത് കുചേലൻ എന്നാണ്. കാരണം അല്പം ചേല മാത്രം ഉപയോഗിക്കുന്ന ഒരാള് എന്നാണ്. സമ്പത്തിന്റെ ഒരു ഭാഗമാണ് വലിയ നല്ല വസ്ത്രങ്ങൾ ധരിക്കുക എന്ന് നമുക്കറിയാം, ഇല്ലേ? അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അല്പം വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സമ്പത്തിന്റെ ഗുണം കുറവാണ്. സമ്പത്തിന്റെ ഗുണം കുറയുന്നിടത്തിന്റെ പ്രത്യേകത അവിടെ അധിവസിക്കുന്നത് അവിടെ ദാരിദ്ര്യം എന്ന ദുഃഖമാണ്. സമ്പത്തെന്ന സന്തോഷം ഉണ്ടാകുമ്പോൾ ദാരിദ്ര്യം എന്ന ദുഃഖം അവിടെ മാറും. അപ്പോൾ ദാരിദ്ര്യ ദുഃഖങ്ങൾ മാറിയെങ്കിലേ നമുക്ക് അവിടെ സന്തോഷവും അല്ലെങ്കിൽ സമ്പത്തുണ്ടാകുമ്പോൾ ഉള്ള സന്തോഷം ഉണ്ടാകുകയുള്ളൂ. അത് സന്തോഷം ഉണ്ടാകണം, അതിന് സമ്പത്ത് ഉണ്ടാകണം, എങ്കിലേ ദാരിദ്ര്യം മാറുകയുള്ളൂ. വെളിച്ചം വന്നെങ്കിൽ മാത്രമേ ഇരുട്ട് മാറുകയുള്ളൂ. ഇരുട്ട് മാറിയിട്ട് വെളിച്ചത്തിന് വരാൻ സാധ്യമാകില്ല. അപ്പോൾ ദാരിദ്ര്യമാകുന്ന ദുഃഖം, ആ ദുഃഖത്തിന്റെ ഭാഗമെന്നോണം ഒരു ആലങ്കാരികമായി പറഞ്ഞതാണ്. അല്പം ചേല മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് കുചേലനായി ലോകം മുഴുവൻ അദ്ദേഹത്തെ കണ്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ കഥാഭാഗമാണ് കുചേലോപാഖ്യാനം എന്ന് പറയുന്നത്. മറ്റൊരു പേരുണ്ട്, കുചേല സദ്ഗതി എന്ന് പറയും. അല്പം ചേല മാത്രം ഉപയോഗിച്ച് ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ അധിവസിക്കപ്പെടുന്ന സുദാമാവ് എന്ന് പറയുന്ന കുചേലനായിരിക്കുന്ന ആളിന് ഉത്തമമായിരിക്കുന്ന നല്ല ഗതി ഉണ്ടായതാണ് കുചേല സദ്ഗതി എന്ന ഭാഗം. അതിനങ്ങനെ ഒരു ഭാഗത്തിന് പേര് പറയുന്നത് അതുകൊണ്ടാണ്. മറ്റൊരു പേരുണ്ട് കുചേലഗതി എന്ന. കുചേലന്റെ ഗതി എന്താണ് എന്ന്, കുചേലനായി നടക്കുന്നതിന്റെ ഗതി എന്താണെന്ന് അതും പറയുന്നതും ഈ ഭാഗമാണ്. അപ്പോൾ ഒരു കഥാഭാഗത്തിന് തന്നെ കഥയുടെ പ്രാധാന്യം അനുസരിച്ച് പല പേരുകളിൽ കൂടി അറിയപ്പെടുത്തി നമുക്ക് നൽകിയതിന്റെ കാരണം ഏതൊരു കാര്യവും അതിന്റെ പ്രാധാന്യമനുസരിച്ച് അവയുടെ പേരുകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ആ പേരുകൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അവയുടെ ബലമാണ്, പ്രാധാന്യമാണ്, അല്ലെങ്കിൽ അതിന്റെ സവിശേഷതയാണ് എന്ന് പറയും. മധുരമുള്ളത് കൊണ്ട് ഏതും നമുക്ക്
സ്വാദുള്ളതാണെന്ന് നമ്മൾ പറയുന്നത് പോലെ, അപ്പൊ ഇവിടെ ഭക്തിയുടെ ഒരു ഭാഗത്തിന്റെ വിശേഷതയാണ് പറയുന്നത്. നമുക്കറിയാം, ഭാഗവതം കേൾക്കുന്നത് പരീക്ഷിത്ത് മഹാരാജാവാണ്, അല്ലേ? പരീക്ഷിത്ത് മഹാരാജാവ് ഭാഗവതം കേൾക്കുമ്പോൾ ഭക്തിയുടെ പ്രഭാവം എന്താണ് എന്ന് ശ്രീശുക ബ്രഹ്മർഷിയിൽ നിന്നും അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്, അത്ഭുത പരാക്രമിയായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വീരചരിതങ്ങൾ എനിക്ക് പറഞ്ഞു തരുമ്പോൾ തുച്ഛമായിരിക്കുന്ന വിഷയസുഖങ്ങളിൽ മുഴുകി പല വിധത്തിലുള്ള നാനാ ദുഃഖങ്ങളെ എല്ലാം അനുഭവിക്കുന്ന ഒരാൾക്ക് ഭഗവാന്റെ അനുഗ്രഹം എങ്ങനെയാണ് കിട്ടുക? സ്വരൂപത്തെ ധ്യാനിക്കുന്ന ഹൃദയവും നമിക്കുന്ന ശിരസും വിശ്വാത്മസ്വരൂപത്തെ ദർശിക്കുന്ന നേത്രങ്ങളും അദ്ദേഹത്തിന്റെ ഭക്തന്മാരുടെ പാദതീർത്ഥത്തെ ധരിക്കുന്ന ശരീരവും എത്ര എത്ര വലുതാണെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഉത്തമനായിരിക്കുന്ന ഒരു ഭക്തന്റെ കഥ അങ്ങ് എനിക്ക് പറഞ്ഞു നൽകണം. നമുക്കറിയാം, നമ്മൾ ചോദിക്കാറുണ്ട്, അത് ഉപയോഗിച്ച ഒരാളുടെ അനുഭവം തരട്ടെ, ഇല്ലേ? നമ്മൾ ഏതൊരു സാധനം നോക്കുമ്പോഴും അത് ഉപയോഗിച്ചവരുടെ അനുഭവം കൂടി കേൾക്കുമ്പോൾ അനുഭവ കഥ നമുക്കെല്ലാവർക്കും പ്രാധാന്യമുള്ളതാണ്. അപ്പൊ അങ്ങനെ അനുഭവ കഥകൾ കൂടി എനിക്ക് കേൾക്കണം ഉത്തമ ഭക്തനായിരിക്കുന്നവരുടെ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നു, അങ്ങനെയെങ്കിൽ ഭഗവാന്റെ ഉത്തമനായിരിക്കുന്ന ഒരു ഭക്തന്റെ കഥ കൂടി ഞാൻ നിനക്ക് പറഞ്ഞു നൽകാം. കാരണം നിന്റെ അവസ്ഥ ഭയമാണ്, മരണമെന്ന ഭയമാണ്. ആ മരണമെന്ന ഭയത്തിൽ നിന്നും നിനക്ക് എത്രമാത്രം മാറാൻ സാധിക്കുമെന്ന് നിനക്ക് ബോധ്യപ്പെടുത്തി തരേണ്ടതും എൻ്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് നിന്റെ ഏതാഗ്രഹങ്ങളും ഞാൻ സാധിച്ചു നൽകാം. അതുകൊണ്ട് നിനക്ക് ഉത്തമ ഭക്തനായിരിക്കുന്ന ഒരാളുടെ കഥ പറഞ്ഞു തരാം. അന്ന് പണ്ട് ദൂരെ ഒരു സ്ഥലത്ത് സുദാമാവ് എന്നു പേരുള്ള ഉത്തമനായിരിക്കുന്ന ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത് അദ്ദേഹം അധ്യാപനം കൊണ്ട് അദ്ദേഹം ജീവിക്കുന്ന ഒരാളാണ്. അധ്യാപനം കൊണ്ട് ജീവിക്കുന്ന ആളെന്ന് പറയുന്നത് വളരെയധികം ബഹുമാനം സമൂഹത്തിൽ കിട്ടുന്ന ആളാണ്. അധ്യാപകർക്ക് വളരെയധികം ബഹുമാനം സമൂഹത്തിൽ കിട്ടുന്നതാണെന്ന് നമുക്കറിയാം, അല്ലേ? അപ്പൊ അങ്ങനെ അധ്യാപകനായിട്ട് അധ്യാപനം നടത്തി ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹം സുദാമാവ്. അദ്ദേഹത്തിന്റെ കഥ നിനക്ക് മനസ്സിലാകും. അപ്പോൾ ഭഗവാൻ ആരാണെന്ന് കൂടി നിനക്ക് ബോധ്യപ്പെടും. ഭഗവാൻ ആരാണെന്ന് നിനക്ക് അറിയുകയല്ല, മറിച്ച് നിനക്ക് ബോധ്യപ്പെടും. അറിഞ്ഞത് കൊണ്ട് കാര്യമാകുന്നില്ല, ഇന്ന ആണെന്ന് അറിഞ്ഞത് കൊണ്ട് കാര്യമില്ല. എൻ്റെ ഉള്ളിൽ എനിക്കത് ബോധ്യമാകണം, എൻ്റെ യുക്തിക്ക് നിരക്കുന്നതാകണം, എനിക്ക് അത് ഉൾക്കൊള്ളുവാൻ പരിപൂർണമായിട്ട് ഉൾക്കൊള്ളുവാൻ സാധ്യമാകണം. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ആ സുദാമാവിന്റെ ചരിതമാണ് ഇന്ന് നമ്മൾ ഇവിടെ ചിന്തിക്കുവാൻ പോകുന്നത്. ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഭഗവാന് സതീർത്ഥ്യനായിട്ട് നിൽക്കുന്ന സുദാമാവെന്ന് പറയുന്ന ശാന്തനും ഇന്ദ്രിയ നിഗ്രഹം ചെയ്തവനും സൽഗുണ സമ്പന്നനുമായിരിക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്താണ്? അദ്ദേഹം ഉത്തമമായിരിക്കുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച് തൻ്റെ വിദ്യാഭ്യാസ കാലമെല്ലാം കഴിഞ്ഞ് ഒരു ഗൃഹസ്ഥാശ്രമിയായി അദ്ദേഹം ജീവിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയുടെ പേര് പലതിലും പലതാണ് പറയുന്നത്. സുമംഗല എന്ന് പറയുന്നുണ്ട്, ചിലർ മറ്റൊരു പേര് പറയുന്നുണ്ട്, ക്ഷുൽക്ഷാമ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല പേരുകൾ സുദാമാവിന്റെ ധർമ്മപത്നിയുടെ പേര് പറയുന്നുണ്ട്. സ്വഭാവ ഗുണം കൊണ്ട് വളരെയധികം ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു സ്ത്രീയാണ് എന്ന് ചുരുക്കം. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ വിലയുണ്ടാകുന്നത് അവളുടെ സ്വഭാവം കൊണ്ടാണ്. സ്ത്രീ സുന്ദരിയായിരിക്കണം. സുന്ദരിയായിരിക്കുന്ന സ്ത്രീ ആരാണെന്ന് ചോദിച്ചാൽ അവളുടെ സൗന്ദര്യം സ്വഭാവമാണ് എന്നുള്ളതാണ്. അപ്പൊ ഉത്തമമായിരിക്കുന്ന സ്വഭാവ ഗുണങ്ങളോട് കൂടി ഒരു വ്യക്തിത്വമാണ് ഇവിടെ സുദാമാവിന്റെ ധർമ്മപത്നിക്കും. എന്നും അദ്ദേഹം കുടുംബത്തിൽ നിന്ന് അതിരാവിലെ തന്റെ പതിവ് ദിനചര്യകളെല്ലാം നടത്തി കഴിഞ്ഞ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം, അറിവ് കൊടുക്കേണ്ടവർക്ക് അറിവ് കൊടുക്കാനായി പോയി കഴിഞ്ഞ് വന്ന് എപ്പോഴെങ്കിലും തിരികെ എത്തും. ഉള്ളത് കഴിച്ച്
ദാരിദ്ര്യമാണ് പലപ്പോഴും, ദാരിദ്ര്യം കൊണ്ട് അന്നം കുറയുമെന്നാണ്. ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ അന്നം കുറയുമെന്നാണ്. അപ്പൊ അങ്ങനെ ആഹാരമൊന്നും പലപ്പോഴും കൃത്യമായി കഴിക്കാതെ വിശന്ന് വലഞ്ഞു വന്ന് സ്ഥിരമായി ഇതൊരു ശീലമായതുകൊണ്ട് ഭക്ഷണം കഴിച്ചില്ലേലും ഉറക്കം വരും. അതുകൊണ്ട് എന്നാലും തന്റെ കർമ്മത്തിൽ നിന്നും അദ്ദേഹം ഒരിക്കലും വിട്ടുമാറാതെ അദ്ദേഹം ജീവിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയായിരിക്കുന്ന ഈ സുമംഗല എന്ന് നമുക്ക് ചിന്തിക്കാം. സുമംഗല എന്ന അദ്ദേഹത്തിന്റെ ധർമ്മപത്നി അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നിട്ട് പറയുന്നുണ്ട്, ഭഗവാന്റെ ചൈതന്യ പ്രഭുവായിരിക്കുന്ന അല്ലയോ എൻ്റെ നാഥ. ഭർത്താവിനെ പല പേരുകളിലാണ് ഭാര്യ അറിയപ്പെടുന്നത്. കാന്തി ഉള്ളത് കൊണ്ട് കാന്തനും, രമിപ്പിക്കുന്നത് കൊണ്ട് രമണനും, ഭരിക്കുന്നത് കൊണ്ട് ഭർത്താവും. അതോടൊപ്പം തന്നെ മറ്റൊന്നുകൂടിയുണ്ട്, എൻ്റെ പ്രാണന്റെ നാഥനായിരിക്കുന്നവനെ. അതുകൊണ്ടാണ് പ്രാണനാഥ എന്ന് വിളിക്കുന്നത്. എൻ്റെ പ്രാണന്റെ നാഥനായിരിക്കുന്ന അല്ലയോ സ്വാമിൻ, ഞാൻ അങ്ങയോട് ഒരു കാര്യം പറയണമെന്ന് കുറച്ച് ദിവസങ്ങളായി ഞാൻ വിചാരിക്കുകയാണ്. പറയൂ, നിനക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്? സന്തോഷമായി അത് നീ എന്നോട് പറയൂ എന്ന് സുദാമാവ് പറഞ്ഞപ്പോ സുദാമാവിന്റെ അടുക്കൽ ചെന്ന് അതീവ സുന്ദരിയായിരിക്കുന്ന സുമംഗല എന്ന അദ്ദേഹത്തിന് ധർമ്മപത്നി പറയുകയാണ്, അല്ലയോ സ്വാമിൻ, ഈ ലോകത്തുള്ള സ്ത്രീകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ തന്റെ ഭർത്താവിനോട് ചോദിക്കുന്നത് എപ്പോഴും ഞങ്ങൾക്ക് നല്ല വസ്ത്രങ്ങൾ വേണം, നല്ല വസന കുസുമ ആഭരണങ്ങൾ, നല്ല വസ്ത്രങ്ങള്, നല്ല ആഭരണങ്ങള്, സ്വർണം, ധനം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങയോടൊരു കാര്യം പറയട്ടെ. അങ്ങയുടെ ധർമ്മപത്നിയായിരിക്കുന്ന ഞാൻ, എൻ്റെ പ്രാണന്റെ നാഥനായിരിക്കുന്ന അങ്ങയോട് ഞാൻ ചോദിക്കുന്നത് ഇവയൊന്നും ചോദിക്കുന്നില്ല. മറിച്ച് ഞാൻ അങ്ങയോട് ഒരു കാര്യമേ പറയുന്നുള്ളൂ. ഒരു ദിവസം ഒരു നേരമെങ്കിലും നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വയറു നിറച്ചു ഭക്ഷണം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. സുദാമാവ് ഈറനണിഞ്ഞ കണ്ണുകൾ കൊണ്ട് തന്നെ മുമ്പിൽ തൊഴുകൈകളോട് കൂടി നിൽക്കുന്ന സുമംഗല എന്ന തന്റെ ധർമ്മപത്നിയുടെ വേവലാതി കേട്ടപ്പോ താനും അതിന് ഉത്തരവാദിയാണ്. തന്റെ മക്കൾ അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കൾക്ക് ഒരമ്മയെന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ മക്കളെ സംബന്ധിച്ചിടത്തോളം അച്ഛനേക്കാൾ കൂടുതൽ വേദന അമ്മയ്ക്കായതുകൊണ്ട് അമ്മയായിരിക്കുന്ന സുമംഗല നിറകണ്ണുകളോടുകൂടി തൊഴുകൈകളോടുകൂടി പറഞ്ഞു, അല്ലയോ സ്വാമി, വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലാതിരിക്കുന്ന എനിക്ക് ഒരാഗ്രഹമേ ഉള്ളൂ. ഒരു ദിവസം ഒരു നേരമെങ്കിലും നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വയറ് നിറച്ചു ഭക്ഷണം കൊടുക്കാൻ നമുക്ക് സാധിക്കണ്ടേ? അതിന് അങ്ങ് വിചാരിച്ചാൽ സാധിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അങ്ങ് എൻ്റെ ഈ ഒരു ആഗ്രഹം അങ്ങ് സാധിച്ചു നൽകണം. നിറകണ്ണുകളോടുകൂടി തന്നോട് പറയുന്ന സുമംഗലയുടെ അപേക്ഷ കേട്ട് താൻ നിസ്സഹായനാണ് എന്ന് സ്വയം ബോധ്യപ്പെട്ടുകൊണ്ട് തല കുനിച്ചുകൊണ്ട് സുദാമാവിരുന്നു. ഞാൻ എന്ത് ചെയ്യാനാണ് സുമംഗലേ? നമ്മളുടെ അവസ്ഥകൾ എന്നേക്കാൾ കൂടുതൽ നിനക്കറിവുള്ളതല്ലേ? ഞാൻ എന്താ നിന്നോട് പറഞ്ഞു തരേണ്ടത്? കാരണം ഈ ചോദ്യത്തിനുള്ള ഉത്തരവും നിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സുമംഗല അല്പം കൂടി തന്റെ പ്രാണനാഥനായിരിക്കുന്ന സുദാമാവിന്റെ അടുത്തേക്ക് ചെന്നിരുന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു കൂട്ടവും കൂടി അങ്ങയോട് പറയട്ടെ. പറയൂ, നിനക്ക് പറയാം. അപ്പൊ പറഞ്ഞു, അങ്ങ് പലപ്പോഴും പല സമയത്തും വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളോടെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. അങ്ങേക്ക് ഉത്തമനായിരിക്കുന്ന ഒരു സുഹൃത്തുണ്ട് എന്ന്. അത് കേട്ടപ്പോഴേക്കും സുദാമാവിന്റെ കണ്ണുകൾ വിടർന്നു. അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ കൃഷ്ണന്റെ കാര്യം പറയാറുണ്ട്, പലപ്പോഴും കൃഷ്ണന്റെ കാര്യം പറയാറുണ്ട് എന്ന് സന്തോഷവാനായി സുദാമാവ് അത് പറഞ്ഞപ്പോ പറഞ്ഞു. സുമംഗല പറയുകയാണ്, അങ്ങ് ഒരു പ്രാവശ്യമെങ്കിലും
ആ ഭഗവാൻ ദ്വാരകയുടെ അധിപനാണ് എന്നാണ് പറയുക. സ്വർണ നിർമ്മിതമായിരിക്കുന്ന ദ്വാരകയുടെ അധിപനാണ് അദ്ദേഹം എന്ന് പറയുന്നുണ്ട്. ആ സ്വർണ നിർമ്മിതമായിരിക്കുന്ന ദ്വാരകയുടെ അധിപനായിരിക്കുന്ന അങ്ങയുടെ പ്രിയ സുഹൃത്തിന്റെ അടുക്കൽ ഒരു പ്രാവശ്യമെങ്കിലും ചെന്ന് നമ്മളുടെ അവസ്ഥയെ പറ്റി ഒന്ന് പറയണം. അദ്ദേഹം അതൊന്ന് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് വേണ്ട ഒരുപാട് സഹായങ്ങൾ നൽകും. ഇത് കേട്ടപ്പോൾ സുദാമാവിന്റെ മുഖം വീണ്ടും താഴ്ന്നു. സുമംഗലെ, ഞാൻ എൻ്റെ കൂട്ടുകാരനെ എങ്ങനെയാണ് പറഞ്ഞു പോയി വിഷമിപ്പിക്കുക? സൗഹൃദം എന്ന് പറയുന്നത് ഒന്നും സ്വാധീനങ്ങൾക്ക് വേണ്ടിയിട്ടാകരുത്. ഒരു വിധത്തിലുള്ള സ്വാധീനങ്ങളും നമ്മളുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് സൗഹൃദങ്ങളെ ഒരിക്കലും ഉപയോഗിക്കരുത്. അതുകൊണ്ട് എനിക്കത് പ്രയാസമാണ്. അത് തന്നെയല്ല, വെറും കൈയോടുകൂടി ഒരിക്കലും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കുട്ടികളെയും രോഗികളെയും ഗുരുക്കന്മാരെയും വൃദ്ധനെയും രാജാവിനെയും ഒന്നും കാണാൻ പോകരുതെന്നൊരു നീതിയുണ്ട്. ദാരിദ്ര്യത്തിൽ നിൽക്കുന്ന നമുക്ക് പ്രിയ സുഹൃത്തായിരിക്കുന്ന, വർഷങ്ങൾക്ക് ശേഷം പ്രിയ സുഹൃത്തായിരിക്കുന്ന കൃഷ്ണനെ കാണാൻ ഞാൻ പോകുമ്പോൾ എങ്ങനെ ഞാൻ വെറും കൈയോട് കൂടിയും പോകും സുമംഗലെ? എനിക്കും ആഗ്രഹമുണ്ട് എൻ്റെ കൃഷ്ണനെ ഒന്ന് കാണുവാൻ, എൻ്റെ കൃഷ്ണന്റെ അടുക്കലേക്കൊന്ന് ചെല്ലുവാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇത് കേട്ട സുമംഗല പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞാൻ ഒരു കാര്യവും കൂടി അങ്ങയോട് പറയാം. പറയൂ, കേൾക്കട്ടെ. കൃഷ്ണന്റെ കാര്യമാണോ? പറയൂ, കേൾക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അങ്ങ് ഈ ഒരു കാരണം പല പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോഴും പറയും എന്ന് എനിക്കറിയാമായിരുന്നത് കൊണ്ട് ഇന്ന് രാവിലെ ഞാൻ ഒരു 4 വീടുകളിൽ പോയിരുന്നു. ആ 4 വീടുകളിൽ ചെന്ന് അവരോട് ഒരല്പം നെല്ല് ആവശ്യപ്പെട്ടു. അതിൽ അവർ പലരും പല വീടുകളിൽ പോയി. അതിൽ 4 വീട്ടുകാർ എനിക്ക് 4 പിടി നെല്ല് തന്നിരുന്നു. ആ 4 പിടി നെല്ല് ഇടിച്ച് അവലാക്കി ഇവിടെ ഇരിക്കുന്ന ഏറ്റവും നല്ല തുണിയിൽ ഒരു കിഴിയാക്കി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ കിഴിയെടുത്ത് ഭഗവാൻ കൃഷ്ണന് കൊണ്ടുപോയി അങ്ങ് സമർപ്പിച്ചിട്ട് കൊണ്ട് പറയണം. അങ്ങ് പറയുമല്ലോ, കൃഷ്ണന്, എൻ്റെ പ്രിയ സുഹൃത്തായിരിക്കുന്ന കൃഷ്ണന് ലോകത്തെ ഏറ്റവും പ്രിയമുള്ളത് അവലാണ് എന്ന്. ആ കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കുന്ന അവല്, ആ കണ്ണൻ ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കുന്ന സുഹൃത്ത് നൽകുമ്പോൾ എത്ര സന്തോഷമായിരിക്കും. സ്വർണത്തിന് സുഗന്ധം വന്നതുപോലെ അല്ലേ? അതുകൊണ്ട് അങ്ങിത് കൊണ്ടുപോയി അദ്ദേഹത്തിന് കൊടുക്കൂ. അപ്പോൾ പറഞ്ഞു, ഇനിയും എന്താണ്? തിരിച്ച് സുമംഗലയോടൊരു ന്യായവും പറയാനില്ല. ഞാൻ അങ്ങനെ പോകണോ എന്ന് ചോദിക്കുമ്പോ സുമംഗല പറയും, അങ്ങേക്കറിയാമോ, കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഈ വീട്ടിൽ ഞാൻ അനുഭവിക്കുന്ന വേദന. രാവിലെ എഴുന്നേറ്റ് വരുന്ന കുഞ്ഞുങ്ങള് നിറകണ്ണുകളോടുകൂടി ഒട്ടിയ വയറോടുകൂടി അവരുടെ അമ്മയായിരിക്കുന്ന എൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കും, അമ്മേ ഇന്ന് അതിഭയങ്കരമായിരിക്കുന്ന വിശപ്പ്, ഇന്ന് എന്താ അമ്മേ കഴിക്കാനെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയും, നമ്മുടെ കുട്ടികളോട് പറയും, നിങ്ങൾ പോയി കുളിച്ച് വൃത്തിയായി വരൂ, അപ്പോഴേക്കും നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അടുക്കളയിൽ ചെന്ന് അടുപ്പിൽ നിൽക്കുന്ന ചെലന്തി വലകളെല്ലാം തൂത്ത് അല്പം വിറകെടുത്ത് വെച്ച് കത്തിച്ച് അവിടെ ഒരു പാത്രം വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ പറയും, നിങ്ങൾ പോയി കുളിച്ച് തയ്യാറായി വരൂ. അപ്പോൾ ഇന്ന് എന്തെങ്കിലും വയറ് നിറച്ച് ഭക്ഷണം കിട്ടുമെന്ന് വിചാരിച്ചു കൊണ്ട് കുട്ടികൾ ഓടി സന്തോഷത്തോടുകൂടി അവർ കുളിച്ച് വൃത്തിയായി വരുമ്പോൾ ഞാൻ പറയും, വെള്ളം ചൂടാകുന്നതേ ഉള്ളൂ, അല്പം കൂടി താമസമെടുക്കും, അതുകൊണ്ട് നിങ്ങൾ അല്പനേരം കളിച്ചിട്ട് വരൂ എന്ന് പറയും. കുട്ടികൾ കളിക്കാനായി പോകും. കുറെ നേരം കളി കഴിയുമ്പോഴേക്കും ഒരുപാട് ക്ഷീണിതരായിട്ട് അവർ വരുമ്പോ അമ്മയോട് പറയും, അമ്മേ ഞങ്ങൾക്ക് വിശക്കുന്നു, കളിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ്, അല്പം ഭക്ഷണം നൽകൂ അമ്മേ എന്ന് പറയുമ്പോൾ ആ പാത്രത്തിലേക്ക് ആ പാത്രത്തിൽ കിടന്ന് തിളയ്ക്കുന്ന വെള്ളത്തിൽ തവി കൊണ്ട് ഇളക്കിയിട്ട് പറയും, വേവ് ആകുന്നതേ ഉള്ളൂ കുഞ്ഞുങ്ങളെ, നിങ്ങൾ അല്പം വെള്ളം കുടിക്കൂ എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് വയറു നിറച്ച് ഞാൻ വെള്ളം കൊടുത്ത്
കുട്ടികളുടെ വയറ് നിറയെ ഞാൻ വെള്ളം കൊടുത്തിട്ട് അവരോട് പറയും, അല്പനേരം നിങ്ങൾ വിശ്രമിക്കൂ എന്ന് പറയും. എന്റെ കുഞ്ഞുങ്ങൾ ഒഴിഞ്ഞ വയറോടുകൂടി വിശന്ന് പ്രാണൻ പോകുന്ന വേദനയോടുകൂടി അവർ പോയി അവിടെ കിടക്കുമ്പോ ഇന്നും എന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് പറഞ്ഞു പറ്റിക്കേണ്ടി വരുന്നല്ലോ ഭഗവാനെ എന്ന് ഇല്ലായ്മയിൽ നിന്നുകൊണ്ട് ഞാൻ എത്ര ദിവസം കൊണ്ട് എന്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നു. കുഞ്ഞു ചോദിക്കും ഇടയ്ക്ക്, അമ്മേ ഒരു പ്രാവശ്യമെങ്കിലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ സാധിക്കുമോ? എന്നാ അമ്മേ നമുക്കങ്ങനെ സാധിക്കുക എന്ന് എന്റെ മുഖത്ത് നോക്കി എന്റെ കുഞ്ഞു നിറകണ്ണുകളോടുകൂടി ചോദിക്കുമ്പോ എന്താണ് എന്റെ പ്രാണനാഥ ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് പറയേണ്ടത്? അവരെന്നോടല്ല ചോദിക്കാനുള്ളൂ. ഇതെല്ലാം കേട്ടുകൊണ്ട് തന്റെ കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സുമംഗല പറയും, നമ്മളുടെ ഈ ദാരിദ്ര്യങ്ങളൊക്കെ മാറുന്ന ഒരു കാലമുണ്ടാകും. അതിന് സർവേശ്വരനായിരിക്കുന്ന ദ്വാരകാധിപനായിരിക്കുന്ന ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും. കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് എത്ര ദിവസമായി ഭഗവാനെ. അതുകൊണ്ട് ഇനിയും അങ്ങ് ഉപേക്ഷ വിചാരിക്കാതെ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ദിവസം ഒരു നേരമെങ്കിലും വയറു നിറച്ച് ഭക്ഷണം കൊടുക്കാൻ സാധിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് സുദാമാവിന്റെ കയ്യിലേക്ക് ആ അവൽക്കിഴി എടുത്തു കൊടുത്തു ആ സുമംഗല പോയി കഴിഞ്ഞ് സുമംഗലയുടെ ഈ ആവശ്യം നിറവേറ്റാതിരിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ സുദാമാവ് ആ അവൽക്കിഴി മേടിച്ച് ഒപ്പം മുഖ്യമായ ഒരു പുസ്തകവും തന്റെ ഓലക്കുടയും എടുത്തൊരു വടിയുമായിട്ട് സുദാമാവ് തന്റെ ഗൃഹത്തിൽ നിന്നിറങ്ങി ദ്വാരകയെ ലക്ഷ്യമാക്കി. കേട്ടിട്ടുണ്ട്, അങ്ങ് അകലെയാണ് സ്വർണ്ണ നിർമ്മിതമായിരിക്കുന്ന ദ്വാരക. ആ സ്വർണ്ണ നിർമ്മിതമായിരിക്കുന്ന ദ്വാരകയിൽ ചെന്ന് അവിടെ ചെല്ലുമ്പോൾ കൃഷ്ണൻ എന്നെ അറിയുമായിരിക്കുമോ? എത്രയോ വർഷമായി കൃഷ്ണൻ എന്തെല്ലാം രൂപഭാവങ്ങൾ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം, എത്ര തിരക്കുള്ള ആളായിരിക്കാം, ഈ ഉള്ളവനെ അറിയുമായിരിക്കും അദ്ദേഹം. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത എത്രയെത്ര അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് സുദാമാവിനെ ഒരിക്കലും എന്റെ കണ്ണൻ മറക്കില്ല എന്ന് ധൈര്യപൂർവം ചിന്തിച്ചുകൊണ്ട് തീരുമാനിച്ചുകൊണ്ട് ആ സുദാമാവ് അവിടെ നിന്നും ദ്വാരകയെ ലക്ഷ്യമാക്കി നടന്നു. കല്ലും മുള്ളും നിറഞ്ഞ ആ വഴിയിലൂടെ നടന്നു പോകുമ്പോ പല സ്ഥലങ്ങളിൽ നിൽക്കുന്ന പലരും കുചേല 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 എന്ന് വിളിച്ച് കളിയാക്കുമ്പോ സുദാമാവ് നിറകണ്ണുകളോടെ ചെറുപുഞ്ചിരിയോടുകൂടി പറയും, നിങ്ങൾ വിളിക്കുന്നത് ശരിയാണ്, ഞാൻ കുചേലനാണെങ്കിലും ഞാൻ സുദാമാവാണ് എന്ന് പറയും. നിങ്ങൾ ഇങ്ങനെ കളിയാക്കിക്കോളൂ, എനിക്കതിൽ ഒരു വിരോധവുമില്ല, ഞാൻ കുചേലനാണ്. പക്ഷെ ഞാൻ ലോകത്താർക്കും കിട്ടാത്ത ഒരു വലിയ വ്യക്തിത്വമാണ്. കണ്ണന്റെ കൂട്ടുകാരനാണ് ഞാൻ, കണ്ണന്റെ പ്രിയ സുഹൃത്താണ് ഞാൻ. അതെല്ലാം ചിന്തിച്ചുകൊണ്ട് ആരെന്തെല്ലാം പറഞ്ഞുകൊള്ളട്ടെ. സുദാമാവ് നടന്ന് ദ്വാരകയെ അങ്ങ് ദൂരെ നിൽക്കുന്ന ദ്വാരകയെ ലക്ഷ്യമാക്കി നടന്നു പോകുമ്പോ അങ്ങ് ദ്വാരകയില് ഭഗവാന്റെ സൗധങ്ങൾ നിൽക്കുന്ന സ്വർണ്ണ നിർമ്മിതമായിരിക്കുന്ന ഭഗവാന്റെ ദ്വാരകയിൽ 7 നിലകളുള്ള മാളികയുടെ 7ാം മാളികയുടെ മുകളിൽ തന്റെ അന്തഃപുരത്തിൽ ഭഗവാൻ കൃഷ്ണൻ തന്റെ പ്രിയപത്നിയായിരിക്കുന്ന രുക്മിണി ദേവിയും ഒത്ത ചതുരംഗം കളിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്നും അദ്ദേഹമാണ് ഇവിടെ വിജയിക്കുക. ചതുരംഗം കളിക്കുമ്പോൾ ഭർത്താവ് വിജയിക്കുന്നതാണ് ഭാര്യയ്ക്ക് ഇഷ്ടം. ഭാര്യ ജയിക്കും എന്ന് തോന്നിയാൽ സ്വയം പരാജയം സംബന്ധിച്ച് കൊടുക്കുന്നതാണ് ഉത്തമയായിരിക്കുന്ന ഭാര്യ. ഭർത്താവിനെ തോൽപ്പിച്ചു എന്നുള്ള ചിന്തയുണ്ടാകാതെ. പക്ഷേ എന്താണെന്നറിയില്ല, അദ്ദേഹം എന്നും ജയിക്കുന്ന ആളാണ്. ഇപ്പോഴിതാ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം കളിയിൽ ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ മറ്റെന്തോ കാഴ്ചയുണ്ട് എന്ന് ചിന്തിക്കും. കണ്ണു തുറന്നു നോക്കിയാലും മനസ്സിൽ മറ്റെന്തോ ഉണ്ടെങ്കിൽ അകത്തേക്ക് കണ്ണു പോകുമ്പോ നമ്മൾ മുമ്പിൽ നടക്കുന്നതൊന്നും കാണില്ല, ഇല്ലേ? അങ്ങനെയൊക്കെ നമുക്കും അനുഭവങ്ങൾ വരാറുണ്ട്. അങ്ങനെ
രുക്മിണീ ദേവി ഭഗവാൻ കൃഷ്ണന്റെ അടുക്കൽ ചെന്നിട്ട് ഭഗവാന്റെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കും, കണ്ണാ, കുറച്ചു ദിവസമായി ഞാൻ അങ്ങയോട് ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. വിനോദത്തിനായി എൻ്റെ അടുക്കൽ ഇരിക്കുന്ന അങ്ങ് പലപ്പോഴും കളിയിൽ അറിയാതെ അങ്ങ് തോറ്റുപോകുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ചോദിക്കട്ടെ, അങ്ങയുടെ മനസ്സ് ഇവിടെയല്ലേ? ഈ ഉള്ളവളോട് പറയണം, അങ്ങയുടെ അടുക്കൽ നിന്നും അങ്ങയുടെ മനസ്സ് എൻ്റെ അടുക്കൽ നിന്നും മറ്റൊരിടത്തേക്ക് പോകുന്നത് താങ്ങാൻ കഴിവില്ലാത്തവളാണ്. അതുകൊണ്ട് പറയൂ, എൻ്റെ അടുക്കലില്ല അങ്ങയുടെ മനസ്സ്, മറിച്ച് അങ്ങയുടെ മനസ്സ് എവിടെയാണ് കണ്ണ എന്ന് ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് തൻ്റെ രുക്മിണീ ദേവിയുടെ വാക്ക് സത്യമായതുകൊണ്ട് ഭഗവാൻ പറയും, അതേ രുക്മിണി, എൻ്റെ മനസ്സ് ഇപ്പോഴിവിടെയില്ല, അങ്ങ് ദൂരെയാണ്. ആ ദൂരെ ഒരു വഴിയിലൂടെ പോവുകയാണ് എൻ്റെ മനസ്സ്. അതെന്താണ് കണ്ണ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു, ഈ ലോകത്തുള്ള മനുഷ്യരെല്ലാവരും പ്രാർത്ഥിക്കുന്നത് മഹാലക്ഷ്മി ആയിരിക്കുന്ന നിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ ലോകത്ത് ഒരിക്കലും പോലും ഒരു സമയത്ത് പോലും എനിക്കതൊന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരിക്കൽ പോലും മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കാത്ത ഒരാളുണ്ട് ഈ ലോകത്ത്. അപ്പൊ രുക്മിണീദേവി വെച്ച്, അങ്ങനെ ഒരാൾ ആരാണ്? എൻ്റെ പ്രിയപ്പെട്ട ഒരാളുണ്ട്. അങ്ങനെ അദ്ദേഹം എന്നെ കാണാനായി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി വരുന്ന വഴി, ആ വരുന്ന വഴിയിലൂടെ അദ്ദേഹം നടന്നു പോകുമ്പോ അദ്ദേഹത്തിന്റെ കാലുകൾ കല്ലിലും മുള്ളിലും ചവിട്ടി ഉണ്ടാകുന്ന വേദന എനിക്ക് എൻ്റെ ഹൃദയത്തിൽ കൊള്ളുമ്പോ എനിക്കിതിലൊന്നിനും ശ്രദ്ധിക്കാനായി സാധിക്കുന്നില്ല രുക്മിണി. അതാണ് എൻ്റെ മനസ്സ് വളരെയധികം പ്രയാസപ്പെട്ടു നിൽക്കുന്നത്. എൻ്റെ പ്രിയ സുഹൃത്തായിരിക്കുന്ന അദ്ദേഹത്തിന്റെ, എൻ്റെ സതീർത്ഥ്യനായിരിക്കുന്ന അദ്ദേഹത്തെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നത് വരെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന്റെ അടുക്കലാണ് എൻ്റെ മനസ്സ് മുഴുവൻ. എന്നിട്ട് കണ്ണൻ അവിടെ നിന്നും എഴുന്നേറ്റ് തന്റെ കൊട്ടാരത്തിലുള്ള എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ദിവസമാകണം. എന്താണ് കൃഷ്ണ ഭഗവാനെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളിതാ ഇവിടെ എത്തുന്നു. ഇന്ന് എന്നെ കാണാനായി, അദ്ദേഹത്തെ വരവേൽക്കുന്നതിനായി ഈ ദ്വാരകം മുഴുവൻ അണിഞ്ഞൊരുങ്ങട്ടെ എന്ന് പറഞ്ഞു. രാജാവിന്റെ കൽപ്പനയായതുകൊണ്ട് എല്ലാവർക്കും അതിശയമായി. കാരണം ഭഗവാൻ കൃഷ്ണനെ ഏറ്റവും കൂടുതൽ, ഭഗവാന്റെ ഏറ്റവും അടുത്ത ആളെന്ന് പറയുന്നത് ഒന്നുകിൽ ബലഭദ്രസ്വാമി, അല്ലെങ്കിൽ രുക്മിണീ ദേവി, സത്യഭാമ, മിത്രവൃന്ദ, രാധ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാരെങ്കിലുമാണ്. ഇവരാരുമല്ലാതെ ഭഗവാൻ കൃഷ്ണൻ ഇത്രമാത്രം പ്രാധാന്യമുള്ള ഒരാളുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരാണെന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് ആ ദ്വാരകയിലെ എല്ലാ വീടുകളും അണിഞ്ഞൊരുങ്ങി. ഭഗവാൻ കൃഷ്ണൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ അതുവഴി നടന്നു വരുമ്പോൾ ഞങ്ങളുടെ ഗ്രഹത്തിലേക്കൊന്ന് നോക്കിയാൽ എത്ര പവിത്രതയാകും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് എല്ലാ വീടുകളും അണിഞ്ഞൊരുങ്ങി. എല്ലാവരും അതിന് സന്തോഷത്തോടുകൂടി ആഘോഷ ഉത്സവത്തിമപ്പിൽ അവർ നിന്നു. അങ്ങനെ അങ്ങ് ദൂരെ നിന്നും സുദാമാവെന്ന് പറയുന്ന ആ ഉത്തമ ബ്രാഹ്മണൻ ദ്വാരകാ കവാടം കഴിഞ്ഞ് ഇങ്ങനെ നടന്ന് വരുമ്പോ ആ ദ്വാരകയിലെ ഓരോ വീടുകളും കാണുമ്പോൾ അദ്ദേഹത്തിന് അതിശയം. സ്വർണ്ണ നിർമ്മിതമായിരിക്കുന്ന ദ്വാരക, കണ്ണന്റെ ഈ ദ്വാരക എത്ര അതിമനോഹരമാണ്. കണ്ണനെ പോലെ തന്നെ ഈ ദ്വാരകയിലേക്ക് ഇതാ ഒരിക്കൽ ഞാൻ എത്തുന്നു. ഇന്നിവിടെ അതിവിശേഷമായ എന്തോ ഒരു ഉത്സവമാണെന്ന് തോന്നുന്നു. എല്ലാ വീടുകളും നന്നായി അലങ്കരിച്ചിരിക്കുന്നു. അങ്ങനെ നടന്ന് 7 നിലകളുള്ള ഒരു മാളികയുടെ മുകളിലേക്ക് ചെന്നെത്തി. അവിടെ ചെന്നിട്ട് അവിടെ ഇതാ ഭടന്മാരൊക്കെ നിൽക്കുന്നു, കാവൽക്കാരൊക്കെ എന്തോ ഒരു ഉത്സവ പ്രതീതിയോടുകൂടി നിൽക്കുന്നു, ആരെയോ വരവേൽക്കുന്നതിന് വേണ്ടി നിൽക്കുന്നു. സുദാമാവ് അതിലൊരു ഭടന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, ഇതാണോ കൃഷ്ണന്റെ വീട്? ആ ഭടൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പോൾ പറഞ്ഞു, എന്റെ പേര് സുദാമാവ് എന്നാണ്. കുറെ ദൂരത്തു നിന്നും കണ്ണനെ കാണാനായി വരികയാണ്. കണ്ണനും ഞാനും ഒരുമിച്ച് പഠിച്ചതാണ്. ഞങ്ങൾ സതീർത്ഥ്യന്മാരാണ്, സുഹൃത്തുക്കളാണ്. കണ്ണൻ എന്നെ നന്നായി അറിയാം.
അതിനേക്കാൾ എനിക്ക് കണ്ണനെയും അറിയാം. നിങ്ങൾ കണ്ണനോടൊന്ന് പറയുമോ സുദാമാവ് വന്നിരിക്കുന്നു എന്ന്? അപ്പോൾ ഭടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ അടുത്ത് വരുമ്പോൾ പോലും നിങ്ങളുടെ വിയർപ്പിന്റെ ദുർഗന്ധം കൊണ്ട് എനിക്ക് വളരെയധികം അസ്വസ്ഥതയുണ്ടാകുന്നു. നിങ്ങളെ പോലെ ഒരാൾ, ഇത്ര വൃത്തിഹീനനായിരിക്കുന്ന ഒരാൾ ഞങ്ങളുടെ കണ്ണന്റെ സുഹൃത്താണെന്ന് പറയുന്നത് പോലും ഞങ്ങൾക്ക് വിഷമമാണ്. കാരണം ഇന്ന് ദ്വാരകയില് ഭഗവാൻ കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കുന്ന ഒരാൾ ഇന്നിവിടെ എത്തുന്നുണ്ട്. ആ ആളിനെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ദ്വാരക തയ്യാറായി നിൽക്കുമ്പോൾ നിങ്ങളെ പോലെ ഒരാൾ ഇവിടെ നിൽക്കുന്നത് പോലും ശരിയല്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോയിട്ട് പിന്നെ വരൂ എന്ന് പറഞ്ഞു. സുദാമാവ് മനസ്സിൽ വിചാരിച്ചു, കണ്ണനെ കാണാതെ എങ്ങനെ തിരികെ ഞാൻ അവിടേക്ക് ചെല്ലും? കണ്ണന് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്റെ ധർമ്മപത്നിയായിരിക്കുന്ന സുമംഗല തയ്യാറാക്കി തന്ന ഈ അബൽക്കിടി നൽകാതെ താൻ എങ്ങനെയാണ് തിരികെ അവിടേക്ക് ചെല്ലുക? കണ്ണനെ ബുദ്ധിമുട്ടിക്കുവാനും സാധിക്കില്ലല്ലോ ഭഗവാനെ. ഞാൻ ധർമ്മസങ്കടത്തിലായല്ലോ. എങ്കിലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് കണ്ണനെ ദൂരെ നിന്നെങ്കിലും ഒരു നോക്ക് കണ്ടിട്ട് പോകാം എന്ന ആ കണ്ണനെ കാണുക എന്നുള്ള എന്റെ ആഗ്രഹമെങ്കിലും നടക്കുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് സുദാമാവ് വീണ്ടും അവിടേക്ക് മാറി. അവിടെ നിന്നിട്ട് വീണ്ടും ഇതുവഴിയെങ്കിലും കണ്ണനെ ഒന്ന് കാണാൻ സാധിക്കുമല്ലോ എന്ന് വിചാരിച്ചു മറ്റുള്ള പലരോടും ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അതിലൊരാൾ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് കൃഷ്ണന്റെ സുഹൃത്തായതെന്ന് പറയൂ. അപ്പോൾ സുദാമാവ് പറഞ്ഞു, വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണ്, സാന്ദീപിനി എന്ന് പറയുന്ന ഒരു മഹർഷി ഉണ്ടായിരുന്നു പണ്ട്. അവിടെ എൻ്റെ അച്ഛൻ എന്നെയും കൊണ്ട് പഠിക്കാനായി അവിടെ കൊണ്ടുവന്ന് ആ സാന്ദീപിനി മഹർഷിയുടെ ആശ്രമത്തിൽ കൊണ്ടുവിടുമ്പോ ആ സാന്ദീപിനി മഹർഷി എന്നോട് ചോദിച്ചു, നിനക്ക് എന്താണ് സുദാമാവേ നിന്റെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ ആഗ്രഹം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ അമ്പാടിയിൽ നിന്നും ഒരു കണ്ണൻ വന്ന് നിൽപ്പുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അമ്പാടിയിൽ നിന്ന് വന്ന കണ്ണൻ എനിക്ക് പ്രിയ സുഹൃത്തായിട്ട് എനിക്ക് കിട്ടുമോ എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. ഇത് കേട്ട ചെറുപുഞ്ചിരിയോടുകൂടി ആ സാന്ദീപിനി മഹർഷി ദൂരേക്ക് നോക്കിക്കൊണ്ട് കണ്ണാ എന്ന് വിളിച്ചപ്പോ അങ്ങ് ദൂരെ നിന്നും മഞ്ഞപ്പട്ടുടയാടയുടുത്ത് അരയിൽ നല്ല അരിഞ്ഞാണവും ഉടുത്ത് തലയിലെ മുടി ഇങ്ങനെ കൂട്ടിക്കെട്ടി അതിലൊരു മയിൽപ്പീലി ചാർത്തി അരയിലൊരു ഓടക്കുഴലുമായി കാലിൽ കിലുക്കുന്ന പാദസ്വരങ്ങളുമായി ദൂരെ അതീവ സുന്ദരനായിരിക്കുന്ന ഒരു കൊച്ചു കുട്ടി ഓടി വന്ന് ആ സാന്ദീപിനി മഹർഷിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഗുരുനാഥ അങ്ങ് എന്നെ വിളിച്ചിരുന്നുവോ? വിളിച്ചു കണ്ണാ, നീ അടുത്തേക്ക് വരൂ. കണ്ണൻ അടുത്തേക്ക് വന്നപ്പോൾ കണ്ണന്റെ വലത് കൈയും സ്വീകരിച്ച് സുദാമാവിനെ അടുത്തേക്ക് വിളിച്ച് സുദാമാവിന്റെ വലത് കരവും സ്വീകരിച്ച് രണ്ടുപേരുടെയും കൈകൾ ഒരുമിച്ച് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, കണ്ണാ ഇത് സുദാമാവാണ്, സുദാമാവേ ഇത് കണ്ണനാണ്. ഈ ലോകമുള്ള കാലത്തോളം നിങ്ങളുടെ സൗഹൃദം നിലനിൽക്കുന്നതായിരിക്കണം എന്ന് പറഞ്ഞപ്പോ കണ്ണൻ ആ കൈ പിടിച്ച് ആ സുദാമായിരിക്കുന്ന എന്നെ കണ്ണന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അങ്ങനെ തന്നെ ആകട്ടെ ഗുരുനാഥ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കൈ പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ പിന്നീട് പഠനമെല്ലാം ആരംഭിച്ചത്. പഠിക്കുന്ന കാലത്ത് നിങ്ങൾക്കറിയുമോ, വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ചാണ് കിടന്നുറങ്ങിയത്. എനിക്ക് കണ്ണനെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് കണ്ണന്റെ അടുക്കലേക്ക് ചെന്ന് ആ അതീവ സുന്ദരമായിരിക്കുന്ന കണ്ണന്റെ വയറ്റത്ത് കെട്ടിപ്പിടിച്ച് ഞാൻ കിടക്കുമായിരുന്നു. കണ്ണൻ എന്ത് സുഗന്ധമായിരുന്നു എന്നറിയാമോ? തുളസിയിലയുടെ സുഗന്ധം. കണ്ണൻ എത്രമാത്രം സുന്ദരനായിരുന്നു എന്നറിയാമോ? ഒരു സൗന്ദര്യവും ഇല്ലാതിരിക്കുന്ന എനിക്ക് കണ്ണനെ പോലെ സുന്ദരനായിരിക്കുന്ന ഒരു സുഹൃത്തുള്ളതിന്റെ അഭിമാനത്തോടു കൂടി കണ്ണനോട് ചേർന്ന് ഞാൻ കിടന്നുറങ്ങുമായിരുന്നു. ആഹാരം കഴിക്കുന്ന സമയത്ത് കണ്ണൻ ആഹാര പാത്രത്തിൽ ഇങ്ങനെ നല്ല ചോറിനകത്ത് നല്ല കട്ട തൈരൊക്കെ ഒഴിച്ച് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോ ഞാൻ അതിങ്ങനെ നോക്കിയിരിക്കുമ്പോ കണ്ണൻ ചോദിക്കും, വേണോ സുദാമാവേ? വേണം കണ്ണ എന്ന് പറയുമ്പോ കണ്ണൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ആ നല്ല കട്ട തൈരും ആ ചോറും കൂടി കുഴച്ചെടുത്ത് നല്ല ഉരുളകളാക്കി കണ്ണൻ എനിക്ക് നൽകുമായിരുന്നു. അത് കഴിച്ച്
എന്തൊരു സ്വാദായിരുന്നു എന്നറിയാമോ കണ്ണന്റെ കൈകൾക്ക്. അതൊക്കെ കഴിച്ച് ഞാൻ ആനന്ദത്തോടുകൂടി ആനന്ദത്താൽ ആറാടി നിന്ന കാലമായിരുന്നു ഞങ്ങളുടെ ആ വിദ്യാഭ്യാസ കാലം. പിന്നീട് ഞങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തേക്ക് പോയി എന്നുള്ളതേ ഉള്ളൂ. അതിനുശേഷം എന്റെ കണ്ണനെ എനിക്കൊന്ന് കാണാൻ സാധിച്ചിട്ടില്ല. ഒന്ന് കണ്ണനോട് പറയൂ, സുധാമാവ് വന്നിരിക്കുന്നു എന്ന് മാത്രം നിങ്ങൾ പറയൂ. കണ്ണൻ അറിയാം എന്നെ, എന്റെ കണ്ണൻ എന്റെ എല്ലാം ആണെന്ന് പറഞ്ഞപ്പോ അവർക്കാർക്കും അത് വിശ്വാസയോഗ്യമല്ല. നീ പറഞ്ഞ കഥകളൊക്കെ ഞങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ അത് നിന്നെ പോലെ വിയർത്ത് നാറി കുചേല അല്പം ചേല മാത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന വിരൂപനായിരിക്കുന്ന ഒരാളുടെ രൂപത്തിൽ ഒരാളോ കണ്ണന്റെ സുഹൃത്ത്, ഞങ്ങൾക്കത് ഉൾക്കൊള്ളാനേ സാധിക്കുന്നില്ല. അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പോകൂ, പിന്നീട് ഒരു സമയത്ത് നിനക്ക് വന്ന് കാണാം. അതൊന്നും മനസ്സിലാക്കാതെ, അതൊന്നും കേൾക്കാതെ സുധാമാവ് പറഞ്ഞ് എന്റെ കണ്ണനെ കാണാതെ എനിക്ക് പോകാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി ചെല്ലാനായി നോക്കിയപ്പോ ബലിഷ്ഠങ്ങളായിരിക്കുന്ന കരങ്ങൾ കൊണ്ട് ആ ഭടന്മാർ ആ സുധാമാവിനെ ദൂരേക്ക് മാറ്റി നിർത്തി. പൊടി അണിഞ്ഞു കിടക്കുന്ന തറയിലേക്ക്, ആരോഗ്യമില്ലാത്തവനായിരിക്കുന്ന ആ സുധാമാവ് തറയിലേക്ക് വീണു. എന്നിട്ട് അദ്ദേഹം പൊടിയണിഞ്ഞു കിടക്കുന്ന തറയിൽ ശരീരം മുഴുവൻ പൊടിയൊക്കെ ആക്കിക്കൊണ്ട് 7 നിലകളുള്ള മാളികയുടെ മുകളിലേക്ക് നോക്കിക്കൊണ്ട് എന്റെ കണ്ണാ എന്ന് ഉറക്ക വിളിച്ചപ്പോ 7 നിലയുള്ള മാളികയുടെ മുകളിൽ ആ കട്ടിലിൽ തന്റെ പ്രിയ ധർമ്മപത്നിയോടൊപ്പം ചതുരംഗം കളിച്ചുകൊണ്ടിരുന്ന കണ്ണൻ അങ്ങ് താഴെ പൊടിയണിഞ്ഞു കിടക്കുന്ന തറയിൽ കിടക്കുന്ന തന്റെ പ്രിയ സുഹൃത്തായിരിക്കുന്ന സുധാമാവിന്റെ ഹൃദയം കൊണ്ടുള്ള വിളിയിൽ അടുത്ത് നിൽക്കുന്നതെല്ലാം ദൂരേക്ക് തട്ടിയെറിച്ചുകൊണ്ട് ആ സുധാമാവിനെ കാണാനായി ആ 7 നിലയിൽ നിന്നും താഴേക്ക് ഓടി ഇറങ്ങി വന്നു. പൊടിയണിഞ്ഞു കിടക്കുന്ന തറയിൽ കിടക്കുന്ന തന്റെ പ്രിയ സുഹൃത്തായിരിക്കുന്ന സുധാമാവിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ഭഗവാൻ തന്റെ പ്രിയ സുഹൃത്തായിരിക്കുന്ന സുധാമാവിനെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സുധാമാവിനോട് പറഞ്ഞു, എത്ര ദിവസമായി ഞാൻ നിന്നെ കാത്തിരിക്കുകയാണെന്നറിയാമോ സുധാമാവേ? നീ അവിടുന്ന് വരുന്ന വഴിയിൽ നിന്റെ കാലിൽ ഒരു മുള്ളു കൊള്ളുമ്പോ അതിന്റെ വേദന മുഴുവൻ എന്റെ ഹൃദയത്തിലായിരുന്നു. എന്തേ നീ ഇത്രയും കാലം എന്നെ കാണാൻ സാധിക്കാതിരുന്നത്? അവിടെ നിന്ന് ലോകത്ത് കൂടിയിരുന്നവരെല്ലാം നിറകണ്ണുകളോടുകൂടി ഭഗവാനെ തൊഴുകൈകളോടുകൂടി ഭഗവാൻ ഇത്രയും പ്രാധാന്യം കൊടുത്തത് ഇങ്ങനെ ഒരാൾക്കായിരുന്നു. ഭക്തിയുടെ മുമ്പിൽ പണ്ഡിതനെന്നോ പാമരനെന്നോ സമ്പന്നനെന്നോ ഒന്നും ഒരു വകഭേദങ്ങളും ഇല്ലാത്ത കണ്ണാ, അങ്ങ് എത്രയോ വലിയവനാണ്, എത്ര വലിയവനാണ് അങ്ങ്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ആ സുധാമാവിനെ തന്റെ ദേഹത്ത് കിടക്കുന്ന പൊടിയെല്ലാം കണ്ണൻ തന്റെ ആ പട്ടുവസ്ത്രങ്ങൾ കൊണ്ട് തൂത്ത് കളഞ്ഞു. എന്നിട്ട് ആ ഒരു കൈകൾ കൊണ്ട് സുധാമാവിനെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സുധാമാവിന്റെ കയ്യിലിരിക്കുന്ന ഓലക്കുടയെടുത്ത് കണ്ണന്റെ ആ തോളത്തേക്ക് വെച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ആ സുധാമാവിനെയും കൊണ്ട് തന്റെ മുറിയിലേക്ക് പോയി. അവിടെ മുറിയിൽ തന്റെ ആ കട്ടിലിൽ കൊണ്ടുവന്നിരുത്തി. എന്നിട്ട് അവിടെ ഇരിക്കുന്ന അലവട്ടം എടുത്തു കൊടുത്തു, രുക്മിണിയുടെ കയ്യിൽ വീശിക്കൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് കണ്ണൻ എന്ത് ചെയ്തു? ആ സുധാമാവിന്റെ പാദങ്ങൾ ഒരു നല്ല പാത്രത്തിലേക്ക് വെച്ച് ആ പാദം നന്നായി കഴുകി. എന്നിട്ട് കഴുകിയ തീർത്ഥമെടുത്ത് ഭഗവാൻ തന്റെ ശരീരത്തിലേക്ക് തളിച്ചു. എത്ര സന്തോഷമായിരിക്കുന്നു. എന്നിട്ട് ഒരു പട്ടുവസ്ത്രം കൊണ്ട് ആ സുധാമാവിന്റെ പാദങ്ങൾ നന്നായി തുടച്ചു. എന്നിട്ട് നല്ല സുഗന്ധമുള്ള പൂക്കൾ കൊണ്ടുവന്നു. കണ്ണൻ ഇങ്ങനെ ഭഗവാൻ ആ സുധാമാവിന്റെ ശിരസിലൂടെ താഴേക്കിട്ടു. എന്നിട്ട് ഒരു നല്ല തുളസിമാല എടുത്ത് ഭഗവാൻ സുധാമാവിന്റെ കഴുത്തിലേക്ക് ഇട്ടു. എന്നിട്ട് ഭഗവാൻ സുധാമാവിന്റെ അടുത്ത് ചേർന്നിരുന്നു. കണ്ണൻ ഇങ്ങനെ സുധാമാവിന്റെ അടുക്കിലേക്ക് ചേർന്നിരുന്നിട്ട് പറഞ്ഞു, കൈകൾ ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, പറ സുധാമാവേ, നിന്റെ വിശേഷങ്ങളൊക്കെ ദിവസവും ഞാൻ ഓർക്കുമായിരുന്നു. നിന്റെ കാര്യങ്ങൾ നിനക്ക് ഓർമ്മയില്ലേ? പറയൂ, നിന്റെ വിശേഷങ്ങൾ പറയൂ. നീ വിവാഹിതനാണോ? നീ വിവാഹം കഴിച്ച എന്റെ സഹോദരിയുടെ പേരെന്താണ്? അവൾ എന്നെ അന്വേഷിക്കാറുണ്ടോ? നീ എന്റെ കാര്യം പറയാറുണ്ടോ? അവിടെ ഒന്നിനും മറുപടികൾ പറയാതെ സുധാമാവ് നിറകണ്ണുകളോടുകൂടി
എന്റെ കണ്ണൻ എന്നെ മനസ്സിലാകില്ലല്ലോ എന്നിടയ്ക്കൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. ഇത്രമാത്രം സ്നേഹമോ എന്റെ കണ്ണൻ എന്നോട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിഷമിച്ച് എന്ത് മറുപടി ഞാൻ പറയും എന്ന് വിചാരിച്ചുകൊണ്ട് തല കുനിച്ചിരുന്നു ആ സുദാമാവ്. കണ്ണൻ ഇതുകൊണ്ടൊന്നും നിർത്തുന്നില്ല. കണ്ണന് അങ്ങ് മതിമറന്ന് കണ്ണൻ നിൽക്കുകയാണ്. പറ സുദാമാവ്, നിന്റെ വിശേഷങ്ങൾ. നിനക്കറിയാമോ, നമ്മൾ ഒരുമിച്ച് ആ സാധ്യവിനിയുടെ ആശ്രമത്തിൽ താമസിച്ചപ്പോ നിന്നെ എന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചത് നമ്മൾ പ്രിയ കൂട്ടുകാരായിരിക്കണമെന്ന് ഗുരുനാഥൻ പറഞ്ഞത്. എന്നിട്ട് ഒരുമിച്ച് ഒരു പാത്രത്തിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട് ഇല്ലേ? ഓർക്കുന്നില്ലേ അത്? അന്ന് നമ്മൾ എത്ര കളിക്കാൻ നടന്നു. ഒരിക്കല് ഗുരുനാഥ നമ്മളോട് പറഞ്ഞില്ലേ വിറക് എടുത്തോണ്ട് വരാൻ? അതിന് നമ്മൾ കാട്ടിപ്പോയ സമയത്ത് അന്ന് അതീവ മഴ പെയ്തപ്പോ, ഇടിവെട്ടിയപ്പോ നമ്മൾ ഭയന്നു. എന്നിട്ട് നമ്മളൊരു മരത്തിന്റെ പൊത്തിൽ ഇങ്ങനെ ഒളിച്ചിരുന്നത് ഓർമ്മയുണ്ടോ? അപ്പൊ നമ്മളെ ഒറ്റയ്ക്ക് വിട്ടതിന്റെ ഗുരുനാഥയെ വഴക്ക് പറഞ്ഞിട്ട് ഗുരുനാഥൻ നമ്മളെ അന്വേഷിച്ച് വന്നപ്പോ നമ്മൾ ഇങ്ങനെ മരപ്പൊത്തിൽ പേടിച്ചിരിക്കുന്നത് കണ്ട് ആ ഗുരുനാഥൻ അദ്ദേഹത്തിനെ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? സമസ്ത ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് സർവകാലവും വരുമെന്ന് പറഞ്ഞ് ഗുരുനാഥൻ നമ്മളെ അനുഗ്രഹിച്ചത് ഓർക്കുന്നില്ലേ സുദാമാവേ? സുദാമാവ് എല്ലാം കേട്ടു തല കുലുക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് സുദാമാവിനോട് ചോദിച്ചു, കണ്ണൻ ചോദിക്കുകയാണ്, സുദാമാവേ പറയൂ, നിന്റെ വിശേഷങ്ങൾ എന്താണെന്നൊക്കെ പറയൂ, ഞാൻ കേൾക്കട്ടെ. നിന്റെ വിശേഷങ്ങൾ കേൾക്കാനാണ് എനിക്കിഷ്ടം, എന്റെ വിശേഷങ്ങളല്ലല്ലോ. നിനക്കല്ലേ വിശേഷങ്ങൾ, പറയൂ കേൾക്കട്ടെ. നീ എന്ത് ചെയ്യുന്നു, എന്തൊക്കെയാണ് നിന്റെ വിശേഷങ്ങൾ? കുഞ്ഞുങ്ങളൊക്കെ എത്ര പേരുണ്ട്? എന്തൊക്കെയാണ് അവരുടെ പേരുകൾ? അവരെന്തൊക്കെ പറയുന്നു? പറയൂ, എന്നോട് വിശേഷങ്ങൾ പറയൂ. ഇങ്ങനെ കണ്ണൻ ആവേശത്തോടെ, ആനന്ദത്തോടെ, ആഹ്ലാദത്തോടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുമ്പോ കണ്ണൻ ചോദിച്ചു, നിന്റെ ധർമ്മപത്നിയായിരിക്കുന്ന എന്റെ പ്രിയ സഹോദരി എനിക്ക് നൽകാനായി എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു എന്റെ സഹോദരി വെറും കൈയോടുകൂടി നിന്നെ വിടില്ല. പറയൂ, എനിക്ക് എന്താണ് നൽകാനായി കൊണ്ടുവന്നിട്ടുള്ളത്? തരൂ, എനിക്കങ്ങ് കൊതിയാകുന്നു, തരൂ എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ നീട്ടി. സുധാമാവ് അവിടെ നോക്കിയപ്പോൾ സ്വർണപാത്രത്തിൽ ഫലങ്ങളെല്ലാം ഇരിക്കുന്നു, പാത്രങ്ങളിലൊക്കെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഇരിക്കുന്നു. എന്റെ ഈ കണ്ണൻ ഇതെല്ലാം കഴിക്കുന്നു. എന്റെ ഈ കണ്ണന് ഞാൻ കൊണ്ടുവന്ന ആ പീറപ്പഴം തുണിയിൽ വിയർപ്പ് കൊണ്ട് കുതിർന്ന അവലെങ്ങനെ എന്റെ കണ്ണന് ഞാൻ കൊടുക്കും? സുമംഗല സന്തോഷത്തോടു കൂടി തന്നതാണെങ്കിലും എങ്ങനെയാണ് ഞാൻ കൊടുക്കുക എന്റെ കണ്ണന്? വളരെയധികം ഉള്ളിൽ വിഷമം തോന്നിയിട്ട് തന്റെ തോളത്ത് കിടന്ന ചെറിയ തുണി കൊണ്ട് ആ കക്ഷം ഒന്നുകൂടി മറച്ചു. എന്റെ കണ്ണൻ ഇത് കാണണ്ട, കണ്ടാൽ എങ്ങനെ ഞാൻ ഇത് കണ്ണന് കൊടുക്കും? കൊടുത്തില്ലെങ്കിൽ ഇല്ലെന്നുള്ളതല്ല ഉള്ളോ. സുദാമാവ് ഇത് ചെയ്യുന്നത് കണ്ട കണ്ണൻ ആ തുണി അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി ആ കക്ഷത്തിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ അവൽക്കിഴി ഇങ്ങനെ പിടിച്ച് തട്ടിപ്പറിച്ചു മേടിച്ചു. എന്നിട്ട് ആർത്തിയോടുകൂടി ആ അവൽക്കിഴിയുടെ ആ കെട്ടെല്ലാം അഴിച്ചു. തുറന്നു നോക്കിയപ്പോ കണ്ണന്റെ മുഖത്തുണ്ടായ സന്തോഷം. സുദാമാവ് നിറകണ്ണുകളോടുകൂടി തൊഴുകൈകളോടുകൂടി കണ്ണനെ നോക്കി തൊഴുതുകൊണ്ട് ചോദിച്ചു, കണ്ണാ, സുദാമാവ് തനിക്ക് കൊണ്ടുവന്ന ഈ അവല് എനിക്ക് എന്തിഷ്ടമാണെന്നറിയാമോ? ഈ അവല് അത് നിനക്ക് ഓർമ്മയുണ്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒരു കൈ ഇങ്ങനെ വാരി ഭഗവാൻ ഇങ്ങനെ ആനന്ദത്തോടുകൂടി കഴിച്ചു. ഭഗവാൻ ഇത് ആനന്ദത്തോടുകൂടി കഴിച്ചു കഴിഞ്ഞു. രണ്ടാമത് ഒരു പിടി അവൽ പിടിച്ചപ്പോഴേക്കും അവിടെ നിന്ന് ആലവട്ടം വീശിക്കൊണ്ടിരുന്ന ആ രുക്മിണി ദേവി അതെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഓടി വന്ന് കണ്ണന്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു, കണ്ണാ കഴിക്കരുത് ഇനി. രഹസ്യമായി ഭഗവാനോട് പറഞ്ഞു, കണ്ണാ ഇനിയും കഴിക്കരുത് അങ്ങ്. അതെന്താ രുക്മിണി, ഞാൻ കഴിച്ചാല്? അപ്പൊ പറഞ്ഞു, അങ്ങ് ആദ്യത്തെ ഒരു കൈ കഴിച്ചപ്പോഴേക്കും സുധാമാവിന്റെ കുടുംബത്തിലേക്ക് വേണ്ട സകല ഐശ്വര്യങ്ങളും ഞാനിതാ കൊടുത്തു കഴിച്ചു. ഇനിയും അങ്ങ് ഒരു പിടി കൂടി കെടുത്താൽ, ഒരു പിടി കൂടി അങ്ങ് കഴിച്ചാൽ ആ ഉത്തമ ഭക്തനായിരിക്കുന്ന സുധാമാവിന്റെ ധർമ്മപത്നിയുടെ ദാസിയായി പോകേണ്ടി വരും കണ്ണാ. ഞാൻ ആ ദാസിയാകുന്നതല്ല എന്റെ പ്രശ്നം, മറിച്ച് അങ്ങയുടെ അടുക്കൽ നിന്നും അങ്ങയുടെ ദാസിയായി നിൽക്കുന്ന എനിക്ക് ഇവിടെ നിന്ന് മാറാൻ സാധ്യമല്ല കണ്ണ. അതുകൊണ്ട് അങ്ങ് ദയവായി ഇത് കഴിക്കരുത്, എന്റെ അപേക്ഷയാണ്. സകല ഐശ്വര്യങ്ങളും കൊടുത്തു കഴിഞ്ഞു,
സകല സമസ്ത ഐശ്വര്യങ്ങളും കൊടുത്തു കഴിഞ്ഞു ആ സുദാമാവിന്. ഇത് കേട്ടപ്പോ ഉടൻ തന്നെ ഭഗവാൻ കന്റെ കയ്യിലിരിക്കുന്നവൻ ആ പാത്രത്തിലേക്ക്, ആ തുണിയിലേക്ക് ഇട്ടു. എന്നിട്ട് അതോടെ രുക്മിണിക്കും കൊടുത്തു. ബാക്കിയുള്ളവർ വിചാരിച്ചു കൃഷ്ണനോട് ഈ അവല് ചോദിച്ചതായിരിക്കും രുക്മിണി ദേവി എന്ന് വിചാരിച്ചു. കുറെ ദിവസങ്ങൾ അവിടെ സുദാമാവ് അവിടെ നിന്നു. ഭഗവാൻ കൂടുതൽ സമയം സുദാമാവിന്റെ അടുക്കൽ ചെന്ന് വിശേഷങ്ങൾ, കളിയും ചിരിയും തമാശകളുമായി കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഭഗവാൻ ചോദിച്ചു, സുദാമാവേ, നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകണ്ടേ? നിന്നെ കാത്ത് എന്റെ പ്രിയ സഹോദരിയും കുഞ്ഞുങ്ങളും ഇരിപ്പില്ലേ? അതുകൊണ്ട് നിനക്ക് എപ്പോഴാണ് യാത്ര പുറപ്പെടേണ്ടത്, അതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഉടൻ തന്നെ പുറപ്പെടുകയാണ് കണ്ണ എന്ന് പറഞ്ഞുകൊണ്ട് സതീർത്ഥനായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണനോട് യാത്ര പറഞ്ഞുകൊണ്ട് ആ സുദാമാവ് ദ്വാരകയിൽ നിന്നും ഇറങ്ങി വന്നു. ഇറങ്ങി തന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു സുദാമാവ്. തന്റെ വീട് നിന്ന ഭാഗത്തെത്തിയപ്പോഴേക്കും അതിശയം കൊണ്ട് ആ സുദാമാവിന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു നോക്കിയപ്പോ അവിടെ എങ്ങും അങ്ങനെയുള്ള കുടിലുകൾ കാണുന്നില്ല. അവിടെയെല്ലാം വലിയ രാജതുല്യമായിരിക്കുന്ന വീടുകൾ, രത്നനിർമ്മിതമായിരിക്കുന്ന തൂണുകളും ദണ്ഡങ്ങളും ഒക്കെയുള്ള ആ കൊട്ടാരങ്ങൾ സദൃശ്യമായിരിക്കുന്ന വീടുകൾ. അതുകൊണ്ട് ഇതെന്താണ് ഇങ്ങനെയൊക്കെ വരുന്നത്? ഇത് എനിക്ക് വഴി മാറി വീണ്ടും ഞാൻ ഇത് ദ്വാരകയിലേക്ക് തിരികെ വന്നോ? എന്റെ കാലുകൾക്ക് വീണ്ടും വഴി മാറിയോ എന്നൊക്കെ വിചാരിച്ചു ആ സുദാമാവ്. അപ്പോ തിരികെ പോകാനായി തുടങ്ങിയപ്പോ ദൂരെ നിന്നും അല്ലയോ സ്വാമി എന്നുള്ള വിളി കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോ തന്റെ ധർമ്മപത്നി ഇതാ സർവാലങ്കാര ഭൂഷിതയായിട്ട് ഓടി വരുന്നു. തന്റെ കുഞ്ഞുങ്ങൾ ഇതാ മിടുമിടുക്കന്മാരായി നല്ല പട്ടുവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് തന്റെ കുഞ്ഞുങ്ങൾ ഓടി വരുന്നു. ഓടി വന്ന് ആ കുഞ്ഞുങ്ങൾ അച്ഛനെ കെട്ടിപ്പിടിച്ചു. തന്റെ ധർമ്മപത്നി വന്ന് അദ്ദേഹത്തിന്റെ പാദങ്ങളെ നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്താണ് ഞാൻ പോയി കഴിഞ്ഞ് ഇവിടെ സംഭവിച്ചത്? അപ്പൊ പറഞ്ഞു, ഇവിടെ ഒരാൾ വന്നിരുന്നു. വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഭഗവതി മഹാലക്ഷ്മി പറഞ്ഞു വിട്ടതാണ് ഇവിടെ ഈ നാടും ഈ വീട് ശരിയാക്കാൻ, ഇവിടെ ഐശ്വര്യങ്ങൾ നൽകാൻ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് കണ്ണനെ കണ്ടതുകൊണ്ടാണ് ഈ അനുഗ്രഹമെങ്കിൽ കണ്ണനെ കാണാൻ എനിക്ക് അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് അവലിന് നെല്ല് തന്ന എത്രയോ വീടുകളുണ്ട്, ഞങ്ങൾക്ക് വേണ്ട എത്രയോ സൗകര്യങ്ങൾ നൽകി എത്രയോ വീടുകളുണ്ട്, അവർക്കെല്ലാം ഐശ്വര്യം കൊടുത്തിട്ട് മതി, അവസാനം മതി ഞങ്ങൾക്കെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെയുള്ള എല്ലാ വീടുകൾക്കും ഐശ്വര്യങ്ങളെയും നല്ല സമ്പൽ സമൃദ്ധികളെയും നൽകിയിട്ടാണ് ഈ കുടുംബം ഈ വീട് ഭഗവാന് തുല്യമായിരിക്കുന്ന, ദ്വാരകയ്ക്ക് തുല്യമായിരിക്കുന്ന വീടാക്കി മാറ്റി. ഈശ്വരീയമായിരിക്കുന്ന ആ ഗുണത്തോടുകൂടി തന്റെ പ്രിയനായിരിക്കുന്ന സതീർത്ഥനായിരിക്കുന്ന കണ്ണൻ ഇത്രമാത്രം ആഹ്ലാദത്തോടുകൂടി, ഇത്രമാത്രം കരുണയുള്ളവനാണല്ലോ ഭഗവാനെ, അങ്ങ് ഈ ഉള്ളവനോട് കരുണയുള്ളവനാണല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെയധികം സന്തോഷത്തോടുകൂടി, വളരെയധികം ആനന്ദത്തോടുകൂടി ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നിന്നു. നിനക്കറിയുമോ പരീക്ഷിത്തെ, ഉത്തമ ഭക്തനായിരിക്കുന്ന സുദാമാവ് എന്ന് പറയുന്ന കുചേല ബ്രാഹ്മണന് പോലും ഭഗവാൻ ഭക്തിയുടെ ബലത്തിൽ കൊടുത്ത അനുഗ്രഹം, അദ്ദേഹത്തിന്റെ കാലിൽ ഒരു മുള്ളുകൊണ്ട ഭഗവാനാണ് വേദനിക്കുന്നത്. എല്ലാവർക്കും അനുഗ്രഹങ്ങൾ മാത്രം ചൊരിയുന്നവനാണ് ഈ ഭഗവാനായിരിക്കുന്ന തിരുവാറന്മുള തമ്പുരാൻ. നമ്മുടെയൊക്കെ തിരുവാറന്മുള തമ്പുരാന്റെ മുമ്പിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു സുദാമാവായിട്ട് ഒരിക്കലെങ്കിലും നമുക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മളോ എല്ലാം ഭഗവാന്റെ അടുക്കൽ ചെന്ന് ഭഗവാനേക്കാൾ വലിയവരായി നമ്മൾ ചെല്ലുന്നവരാണല്ലേ. ഭക്തിയുടെ പേര് പറഞ്ഞ് അങ്ങനെയൊക്കെ എല്ലാവരും അല്ല കേട്ടോ, ഭക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ ഭഗവാന്റെ അടുക്കലേക്ക് പോകേണ്ടത് സുദാമാവായിട്ടാകണം. ഭക്തി കൊണ്ട് ഭഗവാന്റെ അടുക്കലേക്ക് ചെന്ന് ഭഗവാൻ നമ്മളെ കാത്തിരിക്കുന്ന ഭഗവാനെ നമുക്ക് കാണണം. അങ്ങനെ കാണണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അത്രമാത്രം ഭക്തി ഉണ്ടാകണം. ഭഗവാനെ ഒരു വലിയ ഈശ്വരനായിട്ടല്ല നമുക്ക് കാണേണ്ടത്, നമ്മളോടൊപ്പമുള്ള പ്രിയ സുഹൃത്തായി കാണാൻ നമുക്ക് സാധിക്കണം. അതിനുദാഹരണമാണ്
നമ്മളുടെ കുചേലോപാഖ്യാനം എന്ന ഈ ഭാഗം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാന് കൊടുക്കുവാൻ ഭഗവാൻ പറയുന്നുണ്ട്, ഭക്തിയുള്ളവൻ പച്ചവെള്ളം നൽകിയാൽ അത് അമൃതിന് തുല്യമായി ഞാൻ സ്വീകരിക്കും. ഭക്തിയില്ലാത്തവൻ അമൃത് നൽകിയാൽ അതിന് പച്ചവെള്ളത്തിന്റെ വില പോലും ഞാൻ കൊടുക്കില്ല. അത്രമാത്രമുണ്ട് ഭക്തിയോടുള്ള എൻ്റെ ബലം. ഉത്തമ ഭക്തനായിട്ട് ഉത്തമ ചൈതന്യമുള്ളവരായിട്ട് നമുക്ക് മാറണമെങ്കിൽ ഭഗവാനും ഭക്തനും രണ്ടും ഒന്ന് തന്നെയാണ്. ഏകമേവം അദ്വിതീയ സത് ബ്രഹ്മ. പലതാണ്, പല രീതിയിലാണെങ്കിലും ഭഗവാനും ഭക്തനും ഒന്ന് തന്നെയാണ്. ഭഗവാൻ ഒരിക്കലും ഭക്തനേക്കാൾ മുകളിലല്ല. ഭഗവാൻ ഭക്തന്റെ താഴെ, ഭക്തന്റെ ദാസനാണ് ഈ ഭഗവാൻ. ഭക്തന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും നൽകും. അറിയില്ലേ, കുറൂരമ്മയുടെ പാദം ഇങ്ങനെ തൂത്തുകൊടുത്ത ആളാണ് നമ്മളുടെ കണ്ണൻ. ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു പോയപ്പോൾ ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണോ മക്കളായി എന്ന് ചോദിച്ച പൂന്താനത്തിന്റെ ഭക്തിയാണ് എനിക്കിഷ്ടമെന്ന് മേൽപ്പത്തൂരിനോട് പറഞ്ഞു. മേൽപ്പത്തൂരിന്റെ ഭക്തി അല്ല എനിക്കിഷ്ടം, പൂന്താനത്തിന്റെ ഭക്തിയാണെന്ന് ശ്രീലകത്തിരുന്ന് പറഞ്ഞ ആളല്ലേ നമ്മുടെ കണ്ണൻ. ഭക്തിയോടുകൂടി ഭഗവാന്റെ മുമ്പിൽ തുളസി ഇലകൾ കൊണ്ട് ഒരു നല്ല മാല കൊണ്ട് ഭഗവാന്റെ തിരുവാറുമുള തമ്പുരാന്റെ തിരുസന്നിധിയിൽ കൊണ്ടുവച്ചിട്ട് എൻ്റെ കണ്ണ ഇത് സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ തിരുവാറുമുള തമ്പുരാനിൽ വിഗ്രഹത്തിൽ അധിവസിക്കുന്ന ഭഗവാൻ ഓടി ഇറങ്ങി വന്ന് ആ തുളസിമാല എടുത്ത് സ്വയം കഴുത്തിലിടും. അത് കാണാൻ നമുക്ക് സാധ്യമായാൽ നമ്മൾ എത്ര 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 ഭാഗ്യവാന്മാരാണ്. നമ്മൾ വിചാരിക്കും അങ്ങനെയൊന്നും സംഭവിക്കും. തിരുവാറുമുളയിൽ നിങ്ങൾ നടന്നു നോക്കിയാൽ നിങ്ങൾക്കറിയാം, അവിടെ എവിടെയൊക്കെയോ ഉണ്ട് കൃഷ്ണൻ. തിരുവാറുമുള തമ്പുരാൻ പലപ്പോഴും കുഴിയിൽ ഭഗവാൻ പരമേശ്വരന്റെ അടുക്കൽ കാണും. ഭഗവാൻ കൃഷ്ണനും ശിവനും തമ്മിലുള്ള ബന്ധം അതാണ്. ഒരുപക്ഷെ ആ 18-ാം പടിയുടെ അടുത്ത് എവിടെയെങ്കിലും ചിലപ്പോൾ ഇരിപ്പുണ്ടാകും. നമ്മൾക്ക് കാണാൻ സാധിക്കണം. ക്ഷേത്രത്തിൽ എത്തുമ്പോൾ നമ്മൾ നോക്കണം അവിടെ എവിടെയെങ്കിലും കണ്ണൻ ഇരിപ്പുണ്ടോ എന്ന്. അമ്പലപ്പുഴ ചെന്നാൽ മണിക്കിണറിൽ ഇരിക്കുന്ന കൃഷ്ണനെ കണ്ടതാണ് വില്ലമംഗലം സ്വാമിയാർ. ശ്രീലകത്തിരിക്കാതെ മണിക്കിണറിന്റെ മുകളിൽ കയറിയിരിക്കുന്ന കൃഷ്ണനെ കണ്ടു എന്നാണ് പറയുക. അപ്പോ നമ്മൾ നോക്കണം, കണ്ണൻ നമ്മളെ കാത്ത് ഒരുപക്ഷെ 18-ാം പടിയുടെ അടുക്കൽ അല്ലെ, തിരുവാറുമുള 18-ാം പടിയുടെ അടുക്കൽ ചിലപ്പോൾ കൃഷ്ണൻ വന്ന് അവിടെ ഇരിക്കും. എന്തിനാണെന്നറിയാമോ? നമ്മൾ കൊണ്ടുവരുന്ന ഭക്തിയോടുകൂടി കൊണ്ടുവരുന്ന തുളസിയിലകൾ കൊണ്ടുള്ള മാല സ്വീകരിക്കാൻ, നല്ല 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 ആഭരണ നല്ല നല്ല വെണ്ണ സ്വീകരിക്കാൻ ഭക്തിയോടുകൂടി ആയിരിക്കണം നമ്മളത് കൊണ്ടു കൊടുക്കേണ്ടത്. ഭക്തിയോടുകൂടി ഭഗവാൻ എന്ത് സമർപ്പിച്ചാലും ഭഗവാൻ അത് സ്വീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമാണ് സുധാമചരിതം എന്ന ഈ ദിവസം. ഇന്ന് നമ്മൾ അങ്ങനെയൊക്കെ ആകണം. നാളെയും ആകാം, മറ്റന്നാളിലും ആകാം. ഇന്ന് തങ്കയങ്കിയൊക്കെ അവിടുന്ന് പോയ ദിവസവും കൂടാണ്. എന്ത് തിരക്കായിരുന്നു തിരുവാറുമുള അല്ലേ, എന്ത് തിരക്കായിരുന്നു. രാവിലെ ഞാൻ കുരുമുളക്കാവ് അമ്പലത്തിലോട്ട് പോകുമ്പോൾ എന്തൊരു തിരക്കായിരുന്നു അവിടെ. കുരുമുളക്കാവിലമ്മയെ കാണാനും വരും തിരുവാറുമുള തമ്പുരാൻ, പൊന്നുതോട്ടത്തിലമ്മയെ കാണാനും വരും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് എല്ലാവരെയും കാണും. ഒരുപക്ഷെ നമ്മുടെ വീടുകളിലും എല്ലാം ഇത് തിരുവാറുമുള തമ്പുരാന്റെ പടിഞ്ഞാറേ നടയിൽ നിന്ന് മേടിച്ച വിഗ്രഹമാണ്, മേടിച്ചേണ്ട കടയിൽ നിന്ന് മേടിച്ച വിഗ്രഹമാണ്. അപ്പോൾ ഈ തിരുവാറുമുളയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ വളരെ വലുത്. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ നല്ല നിമിഷങ്ങളെയും നല്ല നല്ല അവസ്ഥകളെയും സ്വീകരിക്കുവാൻ, ഇതുപോലെയുള്ള നല്ല ദിവസങ്ങളെ ഓർമ്മിക്കുവാൻ ഭക്തിയോടെ എല്ലാം സ്വീകരിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധ്യമാകട്ടെ. അതിന് നമുക്ക് എല്ലാവിധമായിരിക്കുന്ന ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. അതിന് തിരുവാറന്മുള തമ്പുരാന്റെ തിരുസന്നിധിയിൽ നമുക്ക് എത്താൻ സാധിക്കട്ടെ. അതിന് സാധ്യമാകുന്ന വിധത്തിൽ എല്ലാം സാധ്യമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ സുഹൃത്ത് ശ്രീ സുനില് എന്നോട് ഇത് ആവശ്യപ്പെട്ടപ്പോൾ
എല്ലായിടത്തും തിരുമേനി എപ്പോഴും ലൈവിന് പോകും, ഞങ്ങളുടെ ഇവിടെയും കൂടെ ഒന്ന് ഇടയ്ക്കൂടെ ഒക്കെ വരണമെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും എത്താമെന്ന് അറിയിച്ചത് പ്രകാരമാണ് ഇന്ന് എത്തിയത്. ഇന്ന് എൻ്റെ പേജിൽ ലൈവ് വെച്ചിരുന്നതാണ്, അതങ്ങ് വേണ്ടാന്ന് വെച്ചിട്ട് എവിടെ പറഞ്ഞാലും ഒന്ന് തന്നെയാണല്ലോ, കേൾക്കുന്നതും എല്ലാവരും ഭക്തിയുള്ളവരെല്ലാം കേൾക്കും, കേൾക്കുവാൻ യോഗമുള്ളവരും യോഗ്യതയുള്ളവരും എല്ലാം കേൾക്കും. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും എല്ലാം ഭക്തി ഉണ്ടാകട്ടെ. ഭക്തന്മാരായി നമ്മൾ മാറട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സുദാമാവായി മാറുവാൻ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ശുഭരാത്രി നേരുന്നു. നമുക്ക് വീണ്ടും 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 കാണാം. നമസ്കാരം.